2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിലെ ചിരപരിചിത മുഖങ്ങൾ മത്സരിക്കില്ല. LDFിലെ ചെറിയ പാർട്ടികളിലെ വലിയ നേതാക്കളാണ് മത്സരത്തിന് അവസരം കിട്ടാതെ പുറത്തു പോകുന്നത്. അതിൽ പ്രമുഖൻ കടന്നപ്പള്ളി രാമചന്ദ്രനാണ്. ഇതുവരെ ഒരു ഇലക്ഷനിലും തോറ്റിട്ടില്ലാത്ത കടന്നപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂരിൽ മത്സരിക്കില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ മന്ത്രി കൂടിയാണ് അദ്ദേഹത്തിന് പകരം DYFI നേതാവ് M ഷാജർ CPMന് വേണ്ടി കണ്ണൂരിൽ മത്സരിക്കും. ജനാധിപത്യ കേരള കോൺഗ്രസിലെ അഡ്വക്കേറ്റ് ആന്റണി രാജു അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. തിരുവനന്തപുരം സെൻട്രൽ CPM ഏറ്റെടുക്കും. പൊതുസ്വതന്ത്രനെ നിർത്താനാണ് CPMന്റെ തീരുമാനം. എല്ലാവർക്കും സ്വീകാര്യനായ പൊതുസ്വതന്ത്രനെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഏലത്തൂരിൽ മത്സരിക്കില്ല. NCPയുടെ നേതാവാണ് അദ്ദേഹം. ഏലത്തൂർ CPMന്റെ കോട്ടയാണ്. CPM ഏത് കുറ്റിച്ചൂലിനെ പിടിച്ചു നിർത്തിയാലും ഏലത്തൂരിൽ ജയിക്കും. CPMന്റെ വോട്ട് കൊണ്ടാണ് ശശീന്ദ്രൻ ജയിച്ചു വരുന്നത്. പക്ഷേ ഇനി ശശീന്ദ്രന് ഒരു അംഗത്തിന് ബാല്യമില്ല. ഏലത്തൂർ മണ്ഡലം CPM പിടിച്ചെടുക്കും എന്നുള്ളത് ഉറപ്പായി. ഏലത്തൂരിൽ AK ശശീന്ദ്രൻ മത്സരിക്കാത്ത സാഹചര്യത്തിൽ NCP അധ്യക്ഷൻ PC ചാക്കോയ്ക്ക് CPM അവസരം നൽകും. അങ്കമാലിയിൽ ജോസ് തെറ്റയിൽ പരാജയപ്പെട്ട അങ്കമാലിയിൽ PC ചാക്കോ മത്സരിക്കും. ഇനി കുട്ടനാടാണ്. NCPയുടെ മറ്റൊരു സിറ്റിംഗ് സീറ്റ് കുട്ടനാടാണ്. തോമസ് K തോമസ് ആണ് നിലവിൽ കുട്ടനാട്ടെ MLA. തോമസ് K തോമസ് മണ്ഡലവുമായി ഒരു ബന്ധവുമില്ലാത്ത നേതാവാണ്. എറണാകുളത്താണ് അദ്ദേഹം താമസിക്കുന്നത്. വല്ലപ്പോഴുമൊരിക്കൽ മണ്ഡലത്തിൽ ചുറ്റിക്കറങ്ങി പോകും. കുട്ടനാട് സീറ്റ് ഇനി തോമസ് K തോമസിന് കൊടുത്തു കഴിഞ്ഞാൽ തോൽവിയാണ് ഫലമെന്ന് CPM തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആ സീറ്റ് CPM ഏറ്റെടുക്കും. ഇനി കൂത്തുപറമ്പാണ്. കൂത്തുപറമ്പിൽ ജനതാദളിലെ ശ്രേയാംസ് കുമാർ വിഭാഗത്തിലെ KP മോഹനാണ് MLA. KP മോഹനെ കൂത്തുപറമ്പുകാർ ഓടിച്ചിട്ട് തല്ലുന്ന ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. എന്തായാലും കൂത്തുപറമ്പിൽ ഇനി KP മോഹന് ഒരു അവസരം ഇല്ല. കൂത്തുപറമ്പ് ഇടതുപക്ഷത്തിൻ്റെ ശക്തിദുർഗമാണ്. ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ ചുവന്നു തുടുത്ത മണ്ണാണ് കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ മണ്ണ്. ആ കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ മണ്ണ് CPM ഏറ്റെടുക്കും. KP മോഹൻ ഔട്ട്. ഇനി കുന്നത്തൂരാണ്. കുന്നത്തൂര് RSP ലെനിനിസ്റ്റ് പാർട്ടിയുടെ കോവൂർ കുഞ്ഞുമോനാണ് MLA. നാട്ടുകാരുമായി വളരെ അടുപ്പം പുലർത്തുന്ന നേതാവാണ് കോവൂർ കുഞ്ഞുമോനെങ്കിലും കോവൂർ കുഞ്ഞുമോന് അടുത്ത തവണ സീറ്റില്ല. ഇത്തവണ കോവൂർ കുഞ്ഞുമോനെ മന്ത്രിയാക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹം. മന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം LDFന് കത്ത് നൽകുകയും പിണറായി വിജയന് പ്രത്യേക കത്ത് നൽകുകയും ഒക്കെ ചെയ്തു. പക്ഷേ കോവൂരിനെ മന്ത്രിയാക്കിയില്ല. കുന്നത്തൂർ മണ്ഡലം CPMന്റെ ശക്തിദുർഗമായ മണ്ഡലമാണ്. കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ മണ്ഡലം. അവിടെ കോവൂർ കുഞ്ഞുമോന് പകരം CPMന്റെ ഒരു കാൻഡിഡേറ്റ് ആകും മത്സരിക്കുക. പിന്നീട് INLന്റെ അഹമ്മദ് ദേവർ കോവിലാണ്. INL മുസ്ലിം ലീഗിൽ നിന്ന് പിരിഞ്ഞു വന്ന വിഭാഗമാണ്. അവർ ഇപ്പോൾ തമ്മിലടിച്ച് ദുർബലമായിരിക്കുന്നു. അഹമ്മദ് ദേവർ കോവിൽ മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർ കോവിലിനും ഇത്തവണ സീറ്റില്ല. ചുരുക്കത്തിൽ ഈ ചിരപരിചിത മുഖങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ ഭൂമികയിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ് എന്നതും ശ്രദ്ധേയമായ കാര്യം. ഇവർ സജീവമായിരുന്നു പിണറായി മന്ത്രിസഭയിൽ. കടന്നപ്പള്ളി രാമചന്ദ്രനൊക്കെ ജനാധിപത്യത്തിൻ്റെ മുഖമായിരുന്നു. അഡ്വക്കേറ്റ് ആന്റണി രാജു തിരുവനന്തപുരം സെൻട്രലിൽ നിറഞ്ഞു നിൽക്കുന്ന MLA ആണ്. AK ശശീന്ദ്രൻ വനം വകുപ്പ് മന്ത്രിയാണ്. തോമസ് K തോമസ് കുട്ടനാട്ടിലെ വലിയൊരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹം കുട്ടനാട് MLA കൂടിയാണ്. അദ്ദേഹമൊന്നും ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ കാണില്ല. എന്തായാലും കൂത്തുപറമ്പിൽ KP മോഹൻ കൂത്തുപറമ്പുകാരെ മുഴുവൻ അദ്ദേഹം വെറുപ്പിച്ച് കളഞ്ഞു. കൂത്തുപറമ്പുകാർ ഇപ്പോൾ KP മോഹനെ കിട്ടിയാൽ അടിക്കുന്ന അവസ്ഥ. കോവൂർ കുഞ്ഞുമോൻ ഇവരൊന്നും ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. ഇവരൊന്നും ഇനി
LDF സ്ഥാനാർത്ഥികളായി ഉണ്ടാകില്ല.